ഹായ് ഫ്രണ്ട്സ്, PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉൾപ്പെടുത്തുന്നത് ഒരു ക്ലാസ് അല്ല, നമുക്ക് ഒത്തിരി ലെങ്തി ആയൊരു വീഡിയോ എങ്ങനെ നമുക്കത് നമ്മുടെ നെറ്റ് തീരാതെ എങ്ങനെ നമുക്കത് കാണാമെന്നുള്ളതാണ്. അതിൻ്റെ ക്വാളിറ്റി കുറച്ച് നമുക്കത് കാണാനായിട്ടുള്ളൊരു ഓപ്ഷൻ യൂട്യൂബ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ എങ്ങനെയാണെന്ന് കാണിക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയത്തില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം യൂട്യൂബ് എടുക്കുക. യൂട്യൂബിൽ PSC അറിവെന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തു, ചാനൽ വന്നു. ഞാൻ ഏറ്റവും പുതിയതായിട്ട് അപ്ലോഡ് ചെയ്തത് വീഡിയോ സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെ എന്നുള്ള ചോദ്യമാണ്. ഇതിനകത്ത് നമ്മളിപ്പം നോക്കിക്കേ, അതായത് ഇപ്പം നമ്മളിത് ഓപ്പൺ ആക്കി ഇല്ലേ. ഈ ഓപ്പൺ ആക്കിയിട്ട് സൗണ്ട് കുറച്ചിടാവേ. ഓക്കെ, അതിൻ്റെ അകത്ത് ഈ സൈഡിൽ ഒരു ഇപ്പം നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ ഈ സൈഡിലൊരു ഷെയർ ചെയ്യുന്ന ഓപ്ഷൻ കണ്ടോ, പ്ലസ് എന്ന് എഴുതിയിട്ട് സെർട്ട് ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് 8 സോഷ്യൽ സയൻസ് അങ്ങനെ എഴുതിയിട്ട് ആ പ്ലസിൻ്റെ ഇപ്പുറത്ത് ഒരു ഷെയർ, ആ ഷെയറിൻ്റെ ഇപ്പുറത്ത് ഒരു 3 കുത്തില്ലേ, ആ കുത്തിനവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ കുത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് തെളിഞ്ഞു വരും. ആ ഓപ്ഷനിൽ നമ്മൾ ഇപ്പം ഓൾറെഡി ഇത് 360 ഇത് കിടക്കുന്നത്, ഓൾറെഡി 360 ഇത് കിടക്കുന്നത്. അപ്പോൾ ഈ 360 നമ്മൾ ആ ഓപ്ഷൻ എടുത്തു 360 കിടക്കുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 144, 240, 360 ഇങ്ങനെ പല ക്വാളിറ്റിയിൽ കിടക്കും. നമ്മൾ ഏറ്റവും കുറച്ച് നെറ്റ്, അപ്പോൾ ക്ലാരിറ്റി കാണത്തില്ല, നമ്മൾ എഴുതിയിരിക്കുന്നതിനൊന്നും ക്ലാരിറ്റി കാണത്തില്ല. ഓഡിയോ പോലെയുള്ള ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ 144 കൊടുക്കാമെന്ന് വെച്ചു. 144 കൊടുത്തിട്ട് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുവാണേ. നോക്കിക്കോ, അപ്പം കണ്ടോ, അങ്ങനെ ക്ലാരിറ്റി ഒട്ടും വരത്തില്ല. അപ്പം എന്ത് സംഭവിക്കത്തില്ല, നമ്മുടെ നെറ്റ് ഒട്ടും തീരത്തില്ല, നെറ്റ് തീരത്തില്ല. അപ്പോൾ പിന്നെ അങ്ങനൊരു ഓപ്ഷനുണ്ട്. നമുക്കിനി അത് 240 നോക്കാം. 240 എന്താ സംഭവിക്കുന്നത് നോക്കാം. 240 പ്ലേ ചെയ്യുമ്പോൾ ഉണ്ട് ഇച്ചിരിയുടെ ക്ലാരിറ്റി വന്നു, ഒരു സ്വല്പം കൂടെ ക്ലാരിറ്റി വരും കണ്ടോ. ഇനി 360 നോക്കാം. ഈ 144, 240 ഇട്ടാണ്ടല്ലോ നെറ്റ് അധികം തീരത്തില്ല. ഒത്തിരി ലെങ്തി വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് നെറ്റ് കുറച്ച് ഉപയോഗിക്കാൻ പറ്റും. 360 ഇട്ടാൽ നല്ല ക്ലാരിറ്റിയാണ്, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും കണ്ടോ. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, വേറൊരു ഓപ്ഷൻ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഇപ്പം ഭയങ്കര പതുക്കമാണെന്ന് വെച്ചു. ഇപ്പോൾ ഒരാളുടെ ക്ലാസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കത് പതുക്കമായിട്ട് തോന്നുക. ഒരു ഇച്ചിരിയുടെ സ്പീഡിൽ ഇദ്ദേഹം പറഞ്ഞാൽ, അല്ലെങ്കിൽ പറയുന്ന ക്ലാസ് എടുക്കുന്നയാൾ ഒരു ഇച്ചിരിയുടെ സ്പീഡിൽ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് നമുക്കൊരു തോന്നൽ വരുവാന്ന് വെച്ചോ. ഇച്ചിരിയുടെ സ്പീഡിൽ പറയാമായിരുന്നു എന്ന് നമുക്കൊരു തോന്നൽ വന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനും യൂട്യൂബിനൊരു ഓപ്ഷനുണ്ട് കേട്ടോ. നോക്കിക്കേ, ഈ നോർമൽ പ്ലേ ബാക്ക് സ്പീഡ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നോർമൽ 1.25. അപ്പം ഞാനത് സൗണ്ട് ഇട്ട് കേൾപ്പിക്കാവേ. അപ്പം ഞാൻ ഇച്ചിരി സ്പീഡ് കുറച്ചാണ് പറയുന്നതെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഇച്ചിരി സ്പീഡ് കൂട്ടി കേൾക്കണം എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷനാണ്. ഈ നോർമൽ എടുത്തിട്ട് 1.25 ഞെക്കുക ഉണ്ടോ. അപ്പോൾ സ്പീഡ് കൂടി കണ്ടോ. അങ്ങനെ ഒരു ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് നോർമലി ഇട്ട് നോക്കാം. കണ്ടോ നോർമൽ. ഇനി ഇത് കുറച്ചും കാണാം കേട്ടോ. അപ്പം നമുക്ക് ഇച്ചിരി ഒരാൾ സ്പീഡ് കൂട്ടിയാ പറയുന്നതെന്ന് വെച്ചു, സ്പീഡ് കൂട്ടിയാണ് ഒരാൾ പറയുന്നതെന്ന് വെച്ചു, സ്പീഡ് കൂട്ടി പറഞ്ഞു. എങ്ങനെ ചെയ്യാം, ഈ 0.75 ഇട്ടാൽ സ്പീഡ് കുറച്ചായിരിക്കും അവർ പറയുന്നത്. ആ ഒരു ക്ലാസ് എടുക്കുന്ന ആരാണോ അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. സ്പീഡ് കൂട്ടി വേണം കാണാൻ. 2x ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. അത്രയൊന്നും വേണ്ട. 1.25 ഒക്കെ ഇട്ടാൽ നമുക്ക് ഒത്തിരി പതുക്കമുള്ളൊരു ക്ലാസ്സൊക്കെ നമുക്ക് പെട്ടെന്ന് കേട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ രണ്ട് കാര്യം അറിഞ്ഞിരിക്കുക. ഏതാ 144 കാണാം, അത് ഓഡിയോ ക്ലാസ് ഒക്കെ കാണാനായിട്ട് ഇതുപോലെ ക്ലാരിറ്റി ഒന്നും
അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല. ക്ലാരിറ്റി കിട്ടാതെ വരും. ഒന്ന് ഓർത്തിരിക്കുക. 240 അത്യാവശ്യം ക്ലാരിറ്റി കിട്ടും. 260 നെറ്റ് നല്ലപോലെ ഉപയോഗിക്കും. 450 ഇട്ട് കാണുകയും ചെയ്യണ്ട കേട്ടോ. 450 ഇട്ടാൽ നെറ്റ് പടാന്ന് തീർന്നു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ സ്റ്റുഡൻസിനത് ഉപകാരപ്പെടുമെന്ന് കരുതിയാണ് ഞാൻ എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും അറിയാത്തവർക്ക് ഇത് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ബൈ ഫ്രണ്ട്സ്.